ടൂർണമെന്റിലെ ബോബി അല്ല, ഫ്രൈഡേക്കകത്തെ മുനീർ അല്ല, ലിജോ ജോസ് പെല്ലിശ്ശേരി ഡയറക്ട് ചെയ്ത ഡബിൾ ബാറിലെ ഉമ്മർ. ഇതിപ്പോ ദേവൻ കുപ്ലേരിയിലേക്ക് ഞാൻ എത്തി നിൽക്കുമ്പോ ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് അന്വേഷിപ്പിൻ കണ്ടെത്തും ചെയ്ത ആ കക്ഷിയാണോ, തൃശ്ശൂർ പൂരത്തിലെ കണ്ണനാണോ, മെക്സിക്കനിലെ കൃഷ്ണനാണോ? 1000 ബേബീസ് കഴിഞ്ഞിട്ട് 3 സ്ക്രിപ്റ്റ് തോന്നുന്നുണ്ട്. ഈ 3 സ്ക്രിപ്റ്റും കാഷ്ടശോടെയുള്ള സ്ക്രിപ്റ്റാണ്. ഞാൻ ഇതിനകത്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നിലാനിലമഴയാണ് അമലേട്ടൻ. അല്ല, രണ്ടുപേരും പേടി തന്നെയാണ്. ഈ പറയുന്ന രണ്ടും ഹെവി ആൾക്കാരുകൾ തന്നെയാണ്. കുറെ ആയില്ലേ തുടങ്ങിയിട്ട്, ചെയ്ത് കാണിക്കണ്ടേ? പഠിച്ചോ, പോയി പഠിച്ച് കാണിച്ചു കൊടുക്കും. ഇത്രയൊക്കെ എന്നോട് പറഞ്ഞോളൂ. പാലക്കാട് ഭാഷ ഞങ്ങൾ ഭയങ്കര ഓമനത്വമുള്ള ഒരു രസകരമായ ഒരു സ്ലാങ്. സത്യം പറഞ്ഞ ലൊക്കേഷനിൽ മിമിക്രി കാണിച്ചുകൊണ്ടിരുന്നത്. ഇനി ഇവൻ ഡെഫ് സ്യൂട്ടിൽ എന്ത് ചെയ്യും എന്നുള്ളൊരു താങ്കൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ദേവൻ കുപ്ലേരി എന്ന കഥാപാത്രം അവതരിപ്പിച്ച മനുവാണ് ദ ക്യൂ സ്റ്റുഡിയോയിൽ. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഈ 1000 ബേബീസ് സീരീസ് നമ്മൾ കണ്ട ശേഷം ഒരാളിലൂടെ അല്ലല്ലോ ഈ സീരീസ് പോകുന്നത്. ഒരാൾ ലീഡ് ചെയ്തിട്ടല്ല പോകുന്നത്. ഒരു 6-8 കഥാപാത്രങ്ങളിലൂടെയാണ് നമ്മൾ ഈ സീരീസ് കണ്ട ശേഷം നമ്മൾ മനസ്സിൽ ഓർമ്മിക്കുന്ന കുറേ മുഖങ്ങളുണ്ട്. അതിൽ മറക്കാൻ പറ്റാത്തൊരു മുഖമാണ് ഈ ദേവൻ കുപ്ലേരി എന്നുള്ള കഥാപാത്രത്തിൽ. 2 എപ്പിസോഡാണ് മെയിൻ ആയിട്ട് ഇതിൽ വരുന്നത്. പക്ഷെ അതിൽ ആ ഫേസ് ഭയങ്കരമായിട്ട് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഫേസ് ആണ്. ഈ ദേവൻ കുപ്ലേരി എന്നുള്ള ആശയം നജീം കോയ എന്നുള്ള ഡയറക്ടർ ആദ്യം മനുവിന്റെ അടുത്ത് പറയുന്ന തൊട്ട് കൺഫ്യൂഷൻസ് ഉണ്ടാവും, കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, ഉള്ളില് പല ടെൻഷനും പരിപാടിയൊക്കെ ഉണ്ടാവും. ആദ്യം ഫ്രെയിം വെക്കുന്ന വരെയുള്ള ഒരു ട്രാവൽ ഉണ്ടല്ലോ, എങ്ങനെയാ ഓർത്തെടുക്കുന്നത്? എനിക്കിത് പറയുമ്പോൾ സത്യം പറഞ്ഞ ശ്വാസം കിട്ടുന്നില്ല. ഞാൻ കോവിഡ് സമയത്താണ് നജിക്കായിട്ട് എന്നെ ഇതിന്റെ റൈറ്റർ ആറൂസ് ഇർഫാനാണ് വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പരിപാടി ഉണ്ട്. അപ്പൊ ഞാൻ കുറെ നാളുകളായിട്ട് സിനിമയ്ക്ക് വേണ്ടി ചെയ്തതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ലാസ്റ്റാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കോവിഡും ആണ്, ലോക്ക്ഡൗൺ ആയിട്ട് നമ്മളൊക്കെ ലോക്കായിരിക്കുന്ന സമയം. അപ്പൊ അങ്ങനെ ഭയങ്കര സർപ്രൈസ് ആയിട്ടാണ് എന്നെ ആറൂസ് വിളിക്കുന്നത്. ഇങ്ങനെ പരിപാടിയുണ്ട്, ഇക്ക വിളിക്കും എന്ന് പറഞ്ഞു. അപ്പൊ എന്താണെന്നൊന്നും ആറൂസ് പറഞ്ഞിട്ടില്ല. ഇക്ക വിളിച്ചിട്ടാണ് പറയുന്നത് ഇങ്ങനെ ഒരു വെബ് സീരീസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു സെൻട്രൽ ക്യാരക്ടർ നീ പ്ലേ ചെയ്യും. അത് സർപ്രൈസ് ആക്കി വെച്ചിരിക്കുക എന്നോട് പറയാതെ. അതിൻ്റെ ഇതിന് വേണ്ടിയിട്ടുള്ള പല ഓഡീഷൻ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ക്യാരക്ടർ നിനക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണ്. നീ സമയം കിട്ടുമ്പോൾ ഫ്ലാറ്റ് വരെ വന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ ഫ്ലാറ്റിൽ ചെന്ന് മുതലുള്ള എൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിപ്പോഴും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. ഈ കാർഡ് എടുത്ത് പലവരും വിളിച്ച് ചോദിച്ചിട്ടുണ്ട് സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞിട്ട് ദേവൻ കുപ്ലേരി ആരാ ചെയ്യുന്നത്. അപ്പോൾ പറയും എൻ്റെ ഫ്രൈഡേയിലെ നായകൻ മനു എന്ന് പറയും. ഇത് എന്നെ കൊണ്ട് അരിവറപ്പിക്കരുത്, ഇത് നീ ആ മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് വന്ന ഓൾമോസ്റ്റ് ഒരു ദേവൻ കുപ്ലേരിയാണ്. പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഒരു ടഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിൻ്റെ ഭാഷയാണ്. തൃശ്ശൂർ കിടക്കുന്ന മനു എങ്ങനെ ഇത് പറയുമെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പീച്ച് വളരെ ലെങ്ത് ഉള്ള സ്പീച്ചായിരുന്നു. അതിൻ്റെ കുറെ കാര്യങ്ങളാണ് നമ്മൾ സീരീസിൽ കണ്ടത്. ഇൻട്രോ സീൻ തന്നെ അതെ, ആ സ്പീച്ച് കുറച്ച് വലുതാണ്. അപ്പൊ എനിക്ക് ആദ്യമായിട്ട് തരുന്നത് തന്നെ സ്പീച്ചാണ്. ഇതാണ് നീ ആദ്യമായി പെർഫോം ചെയ്യേണ്ട സാധനം എന്ന് കണ്ടപ്പോൾ തന്നെ എൻ്റെ ബോധം പോയി. അപ്പൊ ഇക്ക ഇത് ഒരുപാടുണ്ടല്ലോ, ഇതെങ്ങനെ? ഇക്ക എന്നോട് വളരെ ചുരുങ്ങിയ ഉത്തരം എനിക്ക് തന്നോളൂ. കുറെ ആയില്ലേ തുടങ്ങിയിട്ട്, ചെയ്ത് കാണിക്കണ്ടേ? പഠിച്ചോ, പോയി പഠിച്ച് കാണിച്ചു കൊടുക്കും. ഇത്രയൊക്കെ എന്നോട് പറഞ്ഞോളൂ. എന്നിട്ട് ഇക്ക മിണ്ടാണ്ട് നടന്നു പോയത്. ഞങ്ങൾ റോട്ടിൽ നിന്ന് ചായ കുടിച്ച് നിൽക്കുമ്പോഴാണ് ഇക്ക അത് സംസാരിക്കുന്നത്. പഠിച്ചോ, എന്നിട്ട് സിനിമ എന്താണെന്ന് വെച്ചാൽ കാണിച്ചു കൊടുക്കുക, നിന്നെ കാണിച്ചു കൊടുക്കാനുള്ള ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി അല്ലേ അത്. അങ്ങനെ ആ ഒരു സ്പീച്ച് മാത്രം എൻ്റെ കയ്യിലുള്ള. എനിക്ക് 1000 ബേബീസിൻ്റെ സബ്ജക്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല, എന്നോട് പറഞ്ഞിട്ടില്ല. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു അതിൽ ആക്ട് ചെയ്തിരിക്കുന്ന ആരോടും പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അങ്ങനെ വീട്ടിൽ പോയി ഞാൻ ആ സ്പീച്ച് പഠിച്ചു. തിരിച്ച് ഞാൻ ഫ്ലാറ്റിലേക്ക് വന്ന ആറോസ് എഴുതിക്കൊണ്ടിരിക്കുക. ആറോസ് സ്ക്രിപ്റ്റിലാണ്. അപ്പോൾ ഞാനൊന്ന് പ്ലേ ചെയ്യാൻ പോവാണ്. ഞാൻ ഓൾമോസ്റ്റ് അത് സെറ്റായിട്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഒന്ന് ആറോസിന് കേട്ടു നോക്കാൻ പറഞ്ഞു. അപ്പോൾ ആറോസ് ശരി, നീ അപ്പോൾ എഴുത്തും കാര്യമായിട്ടിരിക്കുന്നു. ആറോസ് നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ടെന്നല്ലാതെ ഒട്ടും ഇൻവോൾവ് അല്ല. അപ്പം ഞാൻ ഏകദേശമൊക്കെ ദേവൻ കുപ്ലേരി ആയിട്ട് നിന്ന് ആരൊക്കെയാണവർ, ഈ മഹത്തായ വേദ പാരമ്പര്യത്തിൽ തള്ളിപ്പറയുന്നവർ എന്നൊക്കെ പറഞ്ഞ് ഏകദേശം ആറോസ് അപ്പോൾ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഏകദേശം മിഡ് എത്തിയപ്പോഴാണ് ആറോസ് പെർഫോം ചെയ്യാണ്. ഞാൻ സ്പീച്ച് പെർഫോം ചെയ്യുക അവിടെ നിന്നിട്ട്. അപ്പോൾ ആറോസ് ഇങ്ങനെ പേന വെച്ചിട്ട് പറഞ്ഞു, താളമൊക്കെ കൊള്ളാം, രസമായിട്ടുണ്ട്, നീ ഇത് പിടിച്ചോ, ഇതിലൂടെ നിനക്ക് ചിലപ്പോൾ അവിടേക്ക് എത്താൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് 1000 ബേബീസിൻ്റെ ആദ്യ ദിനത്തിൽ ഞാൻ എത്തുന്നത്. ഇക്ക എന്ത് വിളിച്ച് പറഞ്ഞു, ഇക്ക അത് കണ്ടിട്ടില്ല. അപ്പോൾ ഓൾമോസ്റ്റ് ഹാപ്പിയാണ്.
അങ്ങനെയാണ് വാഗമണിലാണ് സ്പീച്ചൊക്കെ എൻ്റെ സ്റ്റാർട്ടാണ്. എൻ്റെ ആദ്യ ഷോട്ട് വാഗമണിൽ ആ സീനാണ് എൻ്റെ ആദ്യം. എൻ്റെ ബർത്ത്ഡേ ഒരു ഈവനിങ് ഒരു 6 തുടങ്ങിയിട്ട് മോർണിംഗ് വരെ ഷൂട്ടായിരുന്നു. ഇപ്പൊ മനുവിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴും നമുക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധാരണക്കാരൻ ഇമേജ് നമുക്ക് തോന്നുന്നുണ്ട്. ഈ ഇപ്പൊ ക്യാരക്ടർ ദേവൻ കുപ്ലേരി എന്ന് പറയുന്ന ആൾക്ക് ഈ അധികാരത്തിന്റെ ഭയങ്കര ഈ ഫ്യൂഡൽ എന്നൊക്കെ പറയുന്നത് അയാള് ഓരോ വാക്ക് ഉപയോഗിക്കുമ്പോൾ ഈ അധികാരം കാണിക്കണം എന്നുള്ള രീതിയിലാണല്ലോ വാക്ക് ഉപയോഗിക്കുന്നത്. ഈ നേരെ കോൺട്രഡിക്ഷൻ ആണല്ലോ നമ്മളെ ക്യാരക്ടർ അല്ല, നേരെ കോൺട്രഡിക്ട് ചെയ്തിട്ടുള്ള ഒരു ബന്ധമില്ല. എന്താ ഈ ട്രാൻസിഷൻ എങ്ങനെങ്കിലും ആരെങ്കിലും നിന്ന് എടുക്കലോ നമ്മൾ കണ്ട ഏതെങ്കിലും ഇമേജോ അങ്ങനെ എന്തെങ്കിലും? കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇത് നിങ്ങൾ ആ ലിമിറ്റേറ്റ് ചെയ്തതാണോ, അല്ലെങ്കിൽ ഇതെങ്ങനെ കിട്ടി, ഇത് ഈ രൂപമുള്ളതാണോ, ദേവൻ കുപ്ലേരുള്ളതാണോ? ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ദേവനെ പലവരും കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് എന്നോട്. എനിക്ക് ഓരോ ടെക്സ്റ്റ് വന്നിട്ടുണ്ട്, കോൾ വന്നിട്ടുണ്ട്, ഗംഭീരമായി ഞങ്ങൾ ഇങ്ങനെ ഒരാളുണ്ടെന്ന്. പക്ഷെ ഇത് ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ആരും കണ്ടിട്ടൊന്നുമില്ല. ഞാനിങ്ങനെ തത്തമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ഞാനൊരു വാടകയ്ക്ക് വീട് കുറെ നാളൊന്ന് പഠിച്ച ഒരു സാധനം. ദേവനുണ്ടെന്നോ അല്ലെങ്കിൽ ദേവൻ ഇങ്ങനത്തെ ഒരാളാണെന്നോ ഞാൻ അവിടെ കണ്ടെത്തിയിട്ടില്ല. ഞാൻ അങ്ങനെ ഒരാളാണ്, ഞാൻ അത് പഠിക്കാനാണ് വന്നിരിക്കുന്നത് എന്നുള്ളൊരു സ്വാതന്ത്ര്യത്തോട് കൂടി നിന്ന് പഠിച്ചെടുത്ത ഒരാളാണ്. പക്ഷെ ഒരു പരിധി വരെ അങ്ങനെ ഒരു പേഴ്സൺ ഉണ്ടെന്നാണ് എന്നോട് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്, കണ്ടവര്. ഈ തത്തമംഗലത്ത് പോയി പഠിക്കാന്ന് പറഞ്ഞാൽ ഈ ഭാഷ കുറച്ചുകൂടെ അതെ എനിക്ക് കാമ്പ്രത്തിലും ചിറ്റൂരും പാലക്കാട് കണക്ഷൻസ് ഉണ്ട്. എങ്കിൽ പോലും ഇക്കയും ആറൂസും എഴുതി വെച്ചിരിക്കുന്ന ഭാഷ ആലപ്പുഴയാണ്. നമുക്കൊരിക്കലും ഇപ്പോ എന്നോട് പാലക്കാട് ഭാഷ സംസാരിക്കാൻ പറഞ്ഞ് ഞാൻ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യും, എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ അത് ഡയലോഗിൽ വരുമ്പോൾ നമുക്കത് ടഫാ, നമുക്ക് പറ്റില്ല. എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അതിലൂടെ ഒക്കെ നമ്മൾ ട്രാവൽ ചെയ്യണ്ടേ. പാലക്കാട് ഭാഷ ഭയങ്കര ഓമനത്വമുള്ള ഒരു രസകരമായ ഒരു സ്ലാങ്ങാണ്. അതിലൂടെ ഒക്കെ ഈ സ്ലാങ് വേണം. അന്ന് ഈ സ്ലാങ് വരണം, പക്ഷെ ഡയലോഗ് കട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് തോന്നിയ പോലെ ഡയലോഗ് പറയാൻ പറ്റില്ല. ആ ദിവസം ഒക്കെ എഴുതി വെച്ചിരുന്നു അതേപോലെ തന്നെ നമ്മൾ പ്ലേ ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി അതെങ്ങനെയൊക്കെ നമുക്ക് ടാക്കിൾ ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ തത്തമംഗലത്ത് പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആൾക്കാരായിട്ട് സംസാരിച്ചു, ഒരുപാട് ആൾക്കാരായിട്ട് ഞാൻ സംസാരിച്ചു. ഞാൻ ഇതിനു വേണ്ടി വന്നതൊന്നുമല്ല. അവിടെ കപ്പലണ്ടിയും ഈ പറയുന്ന പോലെ പച്ചക്കറി കടയിലും സാധാരണ ഒരു മനുഷ്യൻ പോലെ ഞാൻ അവിടെ മേഞ്ഞു നടന്നിട്ടുണ്ട് ഒരുപാട്. അപ്പൊ അങ്ങനെ അതിൽ നിന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പാലക്കാട് ഭാഷ വളരെ പ്യൂറായിട്ട് പറഞ്ഞു. ഞാൻ വാശി പിടിക്കുന്നില്ല, ഞാൻ എൻ്റെ ഫ്ലേവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഒരു പരിധി വരെ ഞാൻ അതിൽ വിജയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ ഈ ഭാഷയുടെ കാര്യം പറയുമ്പോൾ ഇപ്പൊ ഈ തൃശ്ശൂരാണ് മനു താമസിക്കുന്നത്. ഞാൻ തൃശ്ശൂര് പഠിച്ചൊരു വ്യക്തിയാണ്. തൃശ്ശൂരുള്ളവരോട് സംസാരിച്ചാൽ നമ്മളൊരു അരമണിക്കൂറൊക്കെ സംസാരിച്ച ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി സംസാരിക്കുമ്പോൾ ചിലപ്പോൾ തൃശ്ശൂർ കയറി വരും. അതുപോലെ ഇംഗ്ലീഷ് തൃശ്ശൂർക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഈ ഇംഗ്ലീഷിൽ തൃശ്ശൂരിന്റെ ഡയലക്ട് വരും. അതിന്ന് പൊളിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. ഇത് ഇപ്പൊ ഡബിങ്ങിന്റെ കാര്യമൊക്കെ പറഞ്ഞു, ഡബ് സൂട്ടിൽ പോയിട്ട് അഭിനയിക്കുമ്പോൾ ഈ ഡയലോഗ് വരുന്നുണ്ട്, പാലക്കാട് സ്ലാങ് പിടിക്കുന്നുണ്ട് ഒക്കെ. ഇത് വീണ്ടും കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഡബ് സൂട്ടിൽ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുന്നത്. അതെന്താണ് അതിന്റെ പരിപാടി? ഇങ്ങനെ ഇതെന്താ സംഭവം എന്ന് വെച്ചാല്, നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് എൻ്റെ സ്ലോട്ട് കഴിഞ്ഞ് അല്ലെങ്കിൽ എൻ്റെ സീസൺ ആ സീരീസിന്റെ ഇത് കഴിഞ്ഞിട്ട് കുറെ ഷൂട്ട് അവർക്ക് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് കുറെ മാസങ്ങൾ കഴിഞ്ഞാണ് ഡബ് ചെയ്യാൻ വിളിക്കുന്നത്. ദേവൻ കുപ്ലേരി എൻ്റെ ശരീരത്തിൽ നിന്ന് എവിടെയോ പോയിട്ടുണ്ട് കുറെ ദിവസങ്ങളായി. കാരണം ഞാൻ എൻ്റെതായ അടുത്ത സിനിമയുടെ ചാൻസും അല്ലെങ്കിൽ കോൾസും അല്ലെങ്കിൽ സിനിമയും ഒക്കെ ആയിട്ട് ഞാൻ അങ്ങനെ പോയി. അത് കഴിഞ്ഞ് ഇതിന്റെ ഓൾമോസ്റ്റ് ഷൂട്ട് കഴിഞ്ഞപ്പോഴാണ് ഡബിങ് വിളിക്കുന്നത്. വീണ്ടും ദേവനായിട്ടുള്ള ആ ഒരു ബന്ധം എനിക്ക് പുലർത്തണ്ടേ. ആദ്യത്തെ 2-3 ദിവസം എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ ഡബ് സൂട്ടിലേക്ക് പോകും, ഇക്ക ഇരിക്കുന്നുണ്ടാവും. അപ്പൊ 6 ദിവസം ദേവേട്ടൻ കയറിക്കും എന്ന് പറയും. അപ്പൊ ഞാൻ മിണ്ടാട് ഇങ്ങനെ ഒന്ന് പരുങ്ങും. അപ്പൊ എന്റെ മോൻ കാണുമ്പോൾ പറയും, നോക്കിയില്ലെങ്കിൽ ചെയ്യണ്ട, ഒരു പ്രശ്നമില്ല, നീ കിടന്ന് ഉറയിക്കോ എന്ന് പറയും. അപ്പൊ അവർക്ക് അത്ര പെർഫെക്റ്റ് കിട്ടണം. കാരണം അതേപോലെ ആക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് നിജിക്ക് പറഞ്ഞത്. അത്ര ഗംഭീരമായിട്ടുണ്ട് നീ, ഇത് നിന്റെ ലൈഫാണ്, ബെസ്റ്റാണ്. അപ്പൊ അതേപോലെ അതിന് പെർഫെക്റ്റ് ആയിട്ട് നീ ഡബ് ചെയ്യണം. അതൊരു ചലഞ്ചായിരുന്നു. ഞാൻ സത്യം പറഞ്ഞ ലൊക്കേഷനിൽ മിമിക്രി കാണിച്ചുകൊണ്ടിരുന്നത്. ഇനി ഇവൻ ഡബ് സൂട്ടിൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു ധാരണ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓക്കെ ആയതിനു ശേഷം മാത്രമാണ് അങ്ങോട്ട് പോയിട്ടുള്ളൂ. എന്നിട്ടും ഞാൻ സൂട്ടിൽ കയറിയിട്ട് ഞാൻ പാലക്കാട് ഭാഷയിൽ അലറിയിട്ടുണ്ട് കുറെ. അതിന്റെ ഫ്ലേവർ എന്താണ്ടാ നീയൊക്കെ എവിടെയാണ് എന്ന് പറഞ്ഞു. ഏകദേശം ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഡയലോഗ് പോർഷനിലേക്ക് ഞാൻ കയറിയത്. എനിക്ക് അപ്പോഴും പറ്റിയിട്ടില്ല. അങ്ങനെ വന്ന് ട്രാക്കായിട്ടാണ് ഞാൻ ഡബ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ പാലക്കാടും അങ്ങനെ ഒരു പ്രോപ്പർ പാലക്കാട് ഒരു സിനിമയിലുള്ള ഒരു ഇമിറ്റേഷൻ വരണ്ട എന്നും സ്പെസിഫിക് നിജിക്ക് എന്നോട് കറക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നു. നമ്മുടെ ബിജുവേട്ടൻ ചെയ്തിട്ടുണ്ട്, ഭയങ്കരമായിട്ട് പാലക്കാട്, നല്ല പാലക്കാട്, അതൊക്കെ പ്യൂർലി പാലക്കാട് തന്നെയാണ്. പക്ഷെ ഇതെന്ന് ദേവൻ കുപ്ലേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുത്തച്ഛൻ്റെ പ്രായമുള്ള ആൾക്കാർ എന്നെ കാണുമ്പോൾ
മുണ്ട് അഴിച്ചിടുന്ന ബഹുമാനിക്കുന്ന ഒരാൾ ദേവൻ കുപ്ലേരി. അപ്പോ ആള് അങ്ങനെ കോമിക് സ്ഥാനത്തിലേക്കല്ല പോകേണ്ടത്, അതിന്റെ ഫ്ലേവർ മതി മനു. കൊള്ളാം, ഇതൊരു പാലക്കാട് ടച്ച് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അതിലേക്കും ആറൂസും ഹാപ്പിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ഈ നമ്മള് ഈ സീരീസിന്റെ കാര്യം പറയുമ്പോൾ, സീരീസിന്റെ കാര്യം ആദ്യം പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ ഈ ക്യാരക്ടർ മനസ്സിൽ നിൽക്കുന്നു എന്ന് പറയുന്ന പോലെ മനു മുമ്പ് ചെയ്ത സിനിമകൾ നോക്കുകയാണെങ്കിൽ എണ്ണത്തിൽ കുറവാണെങ്കിലും നമ്മൾ ഈ കഥാപാത്രങ്ങൾ മനസ്സിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഭാഗ്യവും കൂടെയാണല്ലോ. അതിൽ ഭാഗ്യത്തിന്റെ ഫാക്ടർ ഭയങ്കര. ഈ മെക്സിക്കൻ അപാരതയില് ആ ട്രെയിലറിന്റെ അവസാനം വരുന്ന ആ ഒരു ഡയലോഗ്, സ്റ്റേജിന്റെ ബാക്കിലോട്ട് എന്ന് പറയുന്നത് കൃഷ്ണന്റെ ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഒരു നോട്ടും കൂടെ ആ സിനിമയിൽ പറഞ്ഞു. ടൂർണമെന്റ് നിള സോങ് ബോബി ഇത് അത് തോന്നിയുണ്ടോ? ഓക്കെ, എനിക്ക് കിട്ടുന്ന ക്യാരക്ടർ ആണെങ്കിലും പക്ഷെ കിട്ടുന്ന ക്യാരക്ടറിൽ അത് ഓർമ്മ നിൽക്കാനുള്ള എന്തോ ഒരു ഫാക്ടർ. തീർച്ചയായിട്ടും ഇത് ഒരുപാട് പേര് എന്നോട് ഷെയർ ചെയ്തിരിക്കുന്ന കാര്യമാണ്. അത് സത്യം പറഞ്ഞ ദൈവത്തിന്റെ അനുഗ്രഹമായിട്ട് ഞാൻ കൊണ്ടുനടക്കുന്ന കാര്യം. ടൂർണമെന്റിലെ ബോബി അല്ല, ഫ്രൈഡേക്കകത്തെ മുനീർ അല്ല, ലിജോ ജോസ് പെല്ലിശ്ശേരി ഡയറക്ട് ചെയ്ത ഡബിൾ ബാറിലെ ഉമ്മർ. അപ്പോ ഒരു ക്യാരക്ടർ കഴിയുമ്പോൾ എന്നിലൊരു വാശിയുണ്ട്, ഇതായിരിക്കരുത് അടുത്തത്. അത് ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോഴും എനിക്ക് ഒരുപാട് ഈ ഫോട്ടോ അല്ല, അതിൽ ആളെയല്ല ആള് എന്ന്. ഇതിപ്പോ ദേവൻ കുപ്ലേരിയിലേക്ക് ഞാൻ എത്തി നിൽക്കുമ്പോ ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് അന്വേഷിപ്പിൻ കണ്ടെത്തും ചെയ്ത ആ കക്ഷിയാണോ, തൃശ്ശൂർ പൂരത്തില് കണ്ണനാണോ, മെക്സിക്കനിലെ കൃഷ്ണനാണോ? സത്യം പറഞ്ഞ എനിക്ക് അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാനും ഈ സിനിമ വരുമ്പോൾ ഞാനും നോക്കാറുണ്ട്. ഇപ്പോ ഈ പറയുന്ന 1000 ബേബീസ് കഴിഞ്ഞതിലേക്ക് 3 സ്ക്രിപ്റ്റ് വന്നിട്ടുണ്ട്. ഈ 3 സ്ക്രിപ്റ്റും രാഷ്ട്രീയശോഭയുള്ള സ്ക്രിപ്റ്റാണ്. ഞാൻ ഇതിനകത്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല, സെയിം ട്രാക്കാണ്. എനിക്ക് മെക്സിക്കൻ കഴിഞ്ഞപ്പോഴും പറ്റിയ അതേ ട്രാക്ക് തന്നെയാണ് ഇപ്പൊ ഇത് കഴിഞ്ഞപ്പോഴും എനിക്ക് വന്നിരിക്കുന്നത്. എനിക്ക് ഇത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഞാൻ രാഷ്ട്രീയവൽക്കരിച്ച് പറയുന്നതല്ല കേട്ടോ. ഞാൻ എൻ്റെ കരിയർ ഡെവലപ്പ് ആവണമെങ്കിൽ ഇനിയും വേറെ കഥാപാത്രങ്ങളിലേക്ക് പോകേണ്ടതായ ഉത്തരവാദിത്വം എനിക്കുണ്ട്. അത് തന്നെയാണ് ആഗ്രഹം അല്ലെ? തീർച്ചയായിട്ടും പുതിയ ആളുകൾ ട്രൈ ചെയ്യുക, പുതിയ ക്യാരക്ടർ നോക്കുക. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അല്ലെങ്കിൽ ഇത്രയും ചെയ്ത സിനിമകളൊക്കെ എൻ്റെ തന്നെയാണ്. എന്നെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന എൻ്റെ ടൂർണമെന്റ്, എൻ്റെ ഫസ്റ്റ് ഫിലിം ബോബി, നില മിഴി, അതൊക്കെ എൻ്റെ സ്വന്തം തന്നെ. പക്ഷെ അതിലെവിടേക്കോ മനു ഉണ്ടായിരുന്നു. ടൂർണമെന്റ് മുതൽ അന്വേഷിപ്പിന് വരെ എവിടെയോ എന്തൊക്കെയോ മനു. അത് ഞാൻ നോക്കിക്കാണുന്നു, മറ്റുള്ളവർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. എൻ്റെതായ ചില കണ്ടെത്തലുകളാണ് കേട്ടോ. പക്ഷെ ദേവൻ കുപ്ലേരിയിലേക്ക് വരുമ്പോൾ ഇതിന്റെ ഡയറക്ടറായ നജീം കോയനോട് പറഞ്ഞതിലും മനുവിന് വേണ്ട. മനു എന്ന് പറയുന്ന വ്യക്തിയെ നീ വീട്ടിൽ വെച്ചോ, നീ അവിടുന്ന് വരുമ്പോൾ ദേവൻ കുപ്ലേരിയായിട്ട് ഇറങ്ങിക്കും. ഞാൻ എന്നോട് പറയാം, ഞാൻ ദേവൻ കുപ്ലേരി ആയിട്ടുണ്ട്, 100% ഞാൻ കുപ്ലേരി ആയിട്ടുണ്ട് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് തന്നെയാണ് കണ്ടവരൊക്കെ എന്നെ വിളിച്ച് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ഉള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ദേവൻ കുപ്ലേരി ആവാനായിട്ട്. ഈ ഫസ്റ്റ് സിനിമ ടൂർണമെന്റ് കാര്യം പറഞ്ഞല്ലോ, ടൂർണമെന്റില് ഈ മുഖത്ത് ആദ്യം ഫ്രെയിം നമുക്ക് ഉറപ്പായിട്ടും എത്ര കോൺഷ്യസ് അല്ല എന്ന് പറഞ്ഞാലും നമ്മൾ കോൺഫിഡൻസ് സംഭരിച്ചാലും ഒക്കെ ആദ്യം മുഖത്ത് ക്യാമറ വെക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന പ്രഷറും ടെൻഷനും ഭീകരമാണല്ലോ. തീർച്ചയായിട്ടും ആദ്യത്തെ സിനിമയില് ക്യാമറ വെക്കുന്ന അമൽ നീരദിനെ പോലുള്ള സിനിമാറ്റോഗ്രാഫർ അല്ലേ? അല്ല, ആദ്യം എന്നെ ക്യാമറ വെച്ചത് വേണു സാർ. രണ്ടുപേരും നിലാനിലമഴിയാണ് അമലേട്ടൻ. അല്ല, രണ്ടുപേരും പേടി തന്നെയാണ്. ഈ പറയുന്ന രണ്ടും ഹെവി ആൾക്കാരുകൾ തന്നെയാണ്. അതൊക്കെ എനിക്ക് കിട്ടിയ ഭാഗ്യമാണ്. അതിനുപരി ലാൽ ക്രിയേഷൻ ബാനറിൽ ഒരു സിനിമ ചെയ്യാൻ പറ്റുന്നത് തന്നെ ഒരു പുതുമുഖം എന്ന രീതിയിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അത് ഏതൊരു പുതുമുഖം ആഗ്രഹിക്കുന്ന ഒരു സ്വകാര്യ അഹങ്കാരമാണ്. അത് ദൈവം കൊണ്ടു തന്നതിലാണ് ഏറ്റവും വലിയ സന്തോഷം. നിള സോങ് ഒക്കെ ഈ ഇപ്പൊ ആ പാട്ടിനൊരു എസ്തെറ്റിക്സ് ഉണ്ടല്ലോ. ഈ ഇപ്പൊ ബോഗൻവില്ലയൊക്കെ റിലീസ് ആകുമ്പോഴും അമൽ നീരദിന്റെ വിഷ്വലൈസേഷൻ എന്നൊക്കെ പറയുമ്പോ അത് ഓർമ്മയുണ്ടോ? നിള സോങ് വിഷ്വലൈസേഷൻ എന്തോ ഓർമ്മയുണ്ടോ ചോദിക്കുന്നത്? തീർച്ചയായിട്ടും എന്റെ ദൈവമേ, ഇത് സീരിയസ് ആയിട്ട് അതിന്റെ കട്ടും ഇതിന്റെ കട്ടൊക്കെ ഇട്ടിട്ടാണ് എനിക്ക് റീൽസ് വരുന്നത്, കൊളാബ് വരുന്നത്. ഇന്ന് നിലമിഴിയുടെ. അതിനുശേഷം എത്രയോ പ്രാവശ്യം ധനുഷ്കോടിയിൽ ഞാൻ പോയിരിക്കുന്നു. ആ ലൊക്കേഷനിൽ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ എത്ര നേരം ഇരുന്നിട്ടുണ്ടെന്ന് അറിയോ? കാരണം എൻ്റെ ലൈഫാണ്, അതൊരിക്കലും മറക്കാൻ പറ്റില്ല. ആ ഷൂട്ട് ചെയ്ത സ്ഥലത്ത് വെറുതെ മിണ്ടാതിരുന്നിട്ടുണ്ട്. ഞാൻ വെറുതെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. ഇനി എൻ്റെ ജീവിതത്തിൽ വരുന്ന ജയോ തോൽവിയോ എത്ര സിനിമകളൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇത് എൻ്റെ മനസ്സിൻ്റെ കൊച്ചുകൂട്ടിൽ എന്ന് ഞാൻ സൂക്ഷിക്കും. ടൂർണമെന്റ് എന്ന് പറയുന്ന എൻ്റെ മൂവി. പാലക്കാട്, എനിക്ക് സ്ഥലത്തിൻ്റെ പേര് അറിയില്ല, എനിക്ക് വേണ്ടിയിട്ടൊരു ഇന്നോവ, ദേവൻ കുപ്ലേരിക്ക് സഞ്ചരിക്കാനായിട്ട്, ദേവൻ കുപ്ലേരി ഷർട്ട് ഹാങ് ചെയ്യാനായിട്ട് ഒരു സ്പേസ്, ഇതൊക്കെ ചെയ്യുന്നത് എൻ്റെ വലങ്കയായി നിൽക്കുന്ന കലേഷ് എന്ന് പറഞ്ഞ ക്യാരക്ടറും ഉണ്ണി എന്ന് പറയുന്ന ക്യാരക്ടറും. ഈ സീനില്ല, ഞാൻ പുറത്തിറങ്ങി, ഞാൻ ഈ പറയുന്ന ആദ്യത്തെ സ്പീച്ച് കഴിഞ്ഞിട്ട് ഷാപ്പിലേക്ക് എൻട്രി ആവുമ്പോൾ സീനാണ്. എൻ്റെ ഷർട്ടൊക്കെ മാറി ഞാൻ ഇന്നോവയിൽ നിന്ന് ഇറങ്ങി, ഇവരാണ് എന്നെ അണിയിച്ചു കൊടുക്കുന്നത്.
ഓ ഓ ഓ ദേവട്ടാ മുണ്ടൊക്കെ കറക്റ്റ് ആയിട്ട് ഇട് എന്നൊക്കെ പറഞ്ഞിട്ട് മുണ്ട് കറക്റ്റ് ആക്കുന്നു. ആ ഞാൻ ആലോചിക്കുന്നത് ഞാൻ എവിടെയാണ് നിൽക്കുന്നത്. ആ ഒരു പോയിന്റ് ഉണ്ട്. എൻ്റെ ഇടവും വലവ് 2 പേര്. എൻ്റെ മുടി ചെറിയ ചുളിവ് വീണ് കഴിഞ്ഞാൽ കറക്റ്റ് ആക്കുന്ന എൻ്റെ 2 ജീവനുകൾ. എൻ്റെ മുന്നിൽ എന്ത് വന്നാലും ഇവർ കഴിഞ്ഞിട്ട് എന്നിലേക്ക് വരുള്ളൂ. ആ ഒരു കോൺഫിഡൻ്റ് ഇല്ലേ, അത് വല്ലാത്തൊരു കോൺഫിഡൻറ്റ്. അവിടുന്ന് ഞാൻ ഓക്കെ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അവർ ഇടയ്ക്കിടയ്ക്ക് ദേവട്ട ഓക്കെ അല്ലേ, കാര്യം പറയണട്ടോ, നമുക്ക് കാര്യങ്ങൾ അവിടെ നിന്നിട്ട് സെറ്റ് ചെയ്തിട്ട് പോയാൽ മതി, ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനം. അപ്പം ഉണ്ണിയെ എല്ലാം ഓക്കെ ആണ്ടാ, കലേഷായ നീ വണ്ടി നോക്കി ഓടിക്കി, ഇതൊക്കെ പറയുമ്പോൾ കിട്ടുന്നൊരു കോൺഫിഡൻസ് ഇത് തന്നെയാണ്. ഇവിടെ നിന്നാണ് എൻ്റെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ നല്ല മനോഹരമായ സീനായിരുന്നു. ഇത് ഉണ്ടായിരുന്നില്ല, അത് അവരുടേതായ അത് കഴിഞ്ഞിട്ട് ഈ അടിക്കുന്ന സീനും അതൊക്കെ നേരെ ഷാപ്പിലേക്കാണ് പിന്നെ പോകുന്നത്. ഏറ്റവും ഇപ്പൊ മൊമെന്റിനെ പറ്റി ചോദിച്ചല്ലോ, ഏറ്റവും അങ്ങനെ തോന്നുന്നൊരു ഡയലോഗ് ഏതായിരിക്കും? ഡയലോഗ് ഷാപ്പ് സീൻ തന്നെയാണ്. ഷാപ്പ് സീൻ അതില് ഞാൻ കുട്ടികളുടെ അടുത്ത് പറയുന്ന സാധനം, അത് ഞാൻ വളരെ എൻജോയ് ചെയ്തിട്ട് പറഞ്ഞ സാധനം. അത് ഇക്കയും ആറൂസും എൻജോയ് ചെയ്തിട്ടുണ്ട്. അത് വളരെ എൻജോയ് ചെയ്തിട്ടുള്ള സാധനം. എൻജോയ്മെന്റ് എന്ന് പറയുമ്പോൾ കയ്യിലുണ്ടാവുന്ന ചിത്രങ്ങളെ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും പറന്ന് നടന്ന് ആക്ട് ചെയ്ത 2 സാധനങ്ങളാണ് ഇപ്പോൾ. ഒന്ന് ഇക്കഴി ഫ്രൈഡേ എന്ന് പറയുന്ന സിനിമയും ഈ പറയുന്ന തൗസൻഡ് ബേബീസ്. ഫ്രൈഡേന്റെ കാര്യം പറയുമ്പോഴും ഇപ്പോൾ ലിജിൻ ജോസ് എന്ന് പറഞ്ഞ സംവിധായകൻ 8.5 ഇന്റർകട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഈ KG ജോർജ് സാറിന്റെ ഒരു ഡോക്യുമെന്ററി വരുമ്പോഴാണ് ഞാനൊക്കെ ശരിക്കും ഈ കോവിഡ് സമയത്ത് ഇറങ്ങുന്നത് നീ സ്ട്രീം പ്ലാറ്റ്ഫോമിൽ. അപ്പോൾ ഓക്കെ ഫ്രൈഡേ ചെയ്ത സംവിധായകൻ എന്ന് നമ്മൾ ഇതാക്കുന്നത്. ഫ്രൈഡേ സമയത്ത് ഈ ഫഹദ് ഫാസിന് ഇപ്പോ കിട്ടുന്ന ഒരു ഹൈപ്പും ഒരു ഫാൻ ഫോളോയിങ് ഒന്നും ആ സമയത്തില്ല, സാധാരണക്കാരൻ ഇമേജ്. എന്താണ് ഫ്രൈഡേന്റെ ഓർമ്മ? ഫ്രൈഡേ ഏത് സിനിമ കണ്ടിട്ടായിരിക്കും ഫ്രൈഡേ എൻ്റർ ആവുന്നത്? ടൂർണമെന്റ് എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞിട്ട് കുറേയേറെ സ്ക്രിപ്റ്റ് വന്നിരുന്നു. അതിൽ ഞാൻ സെലക്ട് ചെയ്ത ഫിലിമാണ് ഫ്രൈഡേ. അപ്പോൾ ഇക്ക ആരാണെന്നോ ഇച്ചായൻ ആരാണോ എനിക്കൊന്നും അറിയില്ല. അപ്പോൾ അതിലൊരു ഹാപ്പിനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൈഡേ സിനിമ നിർമ്മാണ കമ്പനിയുടെ ആദ്യത്തെ ഫിലിമായിരുന്നു ഫ്രൈഡേ. അതിനകത്ത് ഹീറോ എന്ന് പറയുമ്പോൾ അത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അതിനകത്ത് ബയ്യ ഉണ്ടെന്ന് ഞാൻ ബയ്യാന്ന് വിളിക്കും, ഈ ബയ്യ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെ കഥ പറഞ്ഞു. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ആലപ്പുഴയിൽ ഒരു കൂട്ടം ആളുകൾ ഒരുമിക്കുന്ന ഒരു ദിവസം, അന്ന് ഉണ്ടാവുന്ന ചെറിയൊരു ഇൻസിഡന്റ്. പലരും പല സ്ഥലങ്ങളിലാണ് വരുന്നത്. ഈ ദേവൻ കുപ്ലേരുടെ ഒരുപാട് നമ്മൾ ഈ ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ. നേരിട്ട് മനുവിനെ വിളിച്ചറിയിച്ച അങ്ങനെ പേഴ്സണൽ ആയിട്ടുള്ള ഫീഡ്ബാക്ക്? എൻ്റെ 18-ാം തീയതിയാണ് സീരീസ് റിലീസായത്. റിലീസായതിൻ്റെ പിറ്റേ ദിവസം മോർണിംഗിൽ പാറശാലയിൽ നിന്ന് വ്യക്തി വിളിച്ചു. ഇതുമായി ബന്ധപ്പെട്ട ഒരാൾ, എന്താണെന്ന് ഞാൻ പറയുന്നില്ല, വിളിച്ചു. പാറശാലയിൽ നിന്ന് ആൾ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ കയ്യിൽ ചരടും നിന്റെ ഫിസിക്കും ആ ചന്ദനപുരൊക്കെ കൊള്ളാം, നമ്മുടെ ആൾ തന്നെ. ബീഫ് കഴിക്കലും നമുക്ക് ഇഷ്ടപ്പെട്ടു, ഇനി കുറെ സുഹൃത്തുക്കളൊക്കെ ഇറങ്ങും, അതോർത്ത് ടെൻഷനൊന്നും അടിക്കണ്ട. ചേട്ടാ സിനിമയായിട്ട് കാണണേ, വേറെ ഒന്നും വിചാരിക്കരുതായിരുന്നു. ഇല്ല, ഒന്നുമില്ല, നിന്നെ ബുദ്ധിമുട്ടിക്കാനോ നിന്നെ വേറെ ഒന്നിനും വിളിച്ചതല്ല, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായ ക്യാരക്ടർ, അതുകൊണ്ട് വിളിച്ചത്. എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ബ്ലെസ് ചെയ്തിട്ട് ആദ്യത്തെ കോള് എനിക്ക് പാറശാലയിൽ നിന്നായിരുന്നു. ഇങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഒരു അക്ഷരം കൊണ്ട് അദ്ദേഹം നോവിച്ചിട്ടൊന്നുമില്ല. വളരെ മാന്യമായിട്ട് സംസാരിച്ചിട്ട് ബ്ലെസ് ചെയ്തിട്ട് അദ്ദേഹം ഫോൺ വെച്ചു. ഇൻഡസ്ട്രിയിൽ ഒരുപാട് പേര്, ഞാൻ ഇതിനകത്ത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ടുണ്ട്. ലിജോ ചേട്ടൻ വിളിച്ചിട്ടുണ്ട്, ചെമ്പൻ വിനോദേട്ടൻ, മുതൽ ഒരുപാട് പേര് എന്നെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, നീയാണോ ഡബ് ചെയ്ത്? അതെ, ഡബിങ്ങിന്റെ കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാണ് ചെയ്തത്. എടാ, നീ എടുത്ത എഫേർട്ടിനുള്ള ഗുണം ദൈവം നിനക്ക് തന്നിട്ടുണ്ട്, നന്നാവട്ടെ, എല്ലാവരും നീ വെയിറ്റ് ചെയ്യും, നമുക്ക് നോക്കാം, റെഡി ആവും എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അല്ല, നമ്മളിൽ നിന്ന് ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ആരും വിചാരിക്കുന്നില്ല. ആ ഒരു സംഭവം നജീക്ക വിശ്വസിച്ച് എനിക്ക് കൈകളിൽ തന്നതിന് ഞാൻ നന്ദി പറയാണ് അതിൻ്റെ റൈറ്റർ ആറൂസ് ഇർഫാനോട്. ഒരുപാട് സന്തോഷം. 1000 ബേബീസ് ഇനിയും ഒരുപാട് പേരിലേക്കും കൂടെ എത്തട്ടെ, ദേവൻ കുപ്ലേരി എന്ന കഥാപാത്രം എത്തട്ടെ. മനുവിന് എല്ലാവിധ ആശംസകളും. ഇനിയും വരാനിരിക്കുന്ന കഥാപാത്രങ്ങൾക്കും സിനിമകൾക്കും എല്ലാവിധ ആശംസകളും. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വിളിച്ച് എൻ്റെതായ വിശേഷങ്ങൾ ചോദിച്ചതിനും ദേവൻ കുപ്ലേരിയുടെ വന്ന വഴികൾ ചോദിച്ചതിനും കണ്ട് ഒരുപാട് സന്തോഷം അറിയിച്ചതിനും വളരെ താങ്ക് യു സോ മച്ച്.